എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അവർ റിലീസാക്കി കഴിഞ്ഞു. അതായത് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് റെയിൽവേയിൽ ടെക്നീഷ്യൻ പോസ്റ്റുകളാണ്. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജോട് കൂടി ധാരാളം പോസ്റ്റുകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ടോളൂ, നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 28 ജൂൺ മുതൽ 28 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനാണ്. ഒരു സ്ഥിര ജോലിയാണ്. ഇനിയിപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും അവർ തരുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ തെറ്റ് വരുത്താതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ 29,200 രൂപയാണ് ബേസിക് സാലറി പാക്കേജ്. 18 to 33 ഏജ് ലിമിറ്റ് പറയുന്നത്. 1/7/2025 അടിസ്ഥാനത്തിൽ വയസ്സ് കണക്കാക്കുക. 183 ഒഴിവുകളാണ് ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 റിലീസായിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 19,900 രൂപയാണ് ബേസിക് സാലറി. 18 to 30 ഏജ് ലിമിറ്റ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 33 ഗ്രേഡ് 3 30 ജനറലാണെങ്കിൽ 6,055 വേക്കൻസികളാണ്. അങ്ങനെ മൊത്തം എല്ലാ RRBയിലും കൂടി 6,238 വേക്കൻസിയാണ് ഈ രണ്ട് പോസ്റ്റിലേക്കും വന്നിട്ടുള്ളത്. വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ നിന്ന് SC STക്കാർക്ക് 5 വർഷവും OBCക്കാർക്ക് 3 വർഷം ഇളവുകൾ കൊടുക്കുന്നുണ്ട് വയസ്സിന്. അപേക്ഷ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട്. ജനറൽ OBC വിഭാഗത്തിൽ വരുന്ന ബോയ്സിന് 500 രൂപയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അതിൽ 400 രൂപ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആവും. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ. SC STക്കാർ, എക്സ് സർവീസ്മാന്, PWBD പിന്നെ എല്ലാ വിഭാഗത്തിൽ വരുന്ന പെൺകുട്ടികൾക്കും 250 രൂപയാണ് ഫീസ്. അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ 250 രൂപയും റീഫണ്ട് ആവും. അതായത് അവർക്ക് ഫ്രീ ആണ്. അപേക്ഷ അയക്കുമ്പോൾ 250 കൊടുക്കണമെന്ന് മാത്രം. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. എക്സാം ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട്. എക്സാമിൻ്റെ സിലബസ് ഇവിടെ കാണാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിനാണ് പരീക്ഷ. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 1/3 നെഗറ്റീവ് മാർക്കിംഗ്. 3 ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. സിലബസ് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പറയുന്നത്. ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മാത്സ് വരുന്നുണ്ട്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് പരീക്ഷ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 90 മിനിറ്റ് തന്നെയാണ് പരീക്ഷ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെയിം ആണ്. 1/3 നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നത്. സിലബസ് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മാത്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും സയൻസും ജനറൽ അവയർനെസ്സാണ് സിലബസ്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. അതിനുശേഷം മെഡിക്കൽ എക്സാമും അവർ നടത്തുന്നുണ്ട്. ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. ഇനി ക്വാളിഫിക്കേഷൻ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് വേണം. അതും അല്ലെങ്കിൽ BSc നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു BSc നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതും അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗിലുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ SNT എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതവിടെ കിടക്കുന്നു. 15ാമത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT സിഗ്നലാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നലാണ് കേട്ടോ, ഗ്രേഡ് 1 സിഗ്നൽ അല്ല. ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം 10+2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 10ാം ക്ലാസ് വിത്ത് +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒറ്റ പോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു പോസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് +2 സയൻസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്കും IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാലും സയൻസ് പഠിച്ചവർക്ക്, +2 സയൻസ് പഠിച്ചവർക്ക് അതിലേക്ക് മാത്രം അപേക്ഷ അയക്കാൻ പറ്റും. ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ IT സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നലിലേക്ക് BScയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ബാക്കി വരുന്ന പോസ്റ്റിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നലിലേക്ക് നിങ്ങൾക്ക് 10+2 സയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് IT ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇനി കേരളത്തിൽ വന്ന സെപ്പറേറ്റ് വേക്കൻസികൾ നോക്കാം. കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം RRBയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതവിടെ കാണാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് 6 വേക്കൻസി, ട്രാക്ക് മെഷീൻ 8 വേക്കൻസി, ബ്ലാക്ക് സ്മിത്ത് 11, കാരേജ് ആൻഡ് വാഗൺ 107 വേക്കൻസി ഉണ്ട്. ഡീസൽ ഇലക്ട്രിക്കൽ 5 വേക്കൻസി, ഡീസൽ മെക്കാനിക്ക് 2 വേക്കൻസി, ഇലക്ട്രിക്കൽ GS 11 വേക്കൻസി, ഇലക്ട്രിക്കൽ TRD 7 വേക്കൻസി, EMU അതിലേക്ക് 2 വേക്കൻസി, റെഫ്രിജറേഷൻ ആൻഡ് AC 21 വേക്കൻസി, റിവിറ്റർ 7 വേക്കൻസി,
വെൽഡർ OL 10 വേക്കൻസി. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ടോട്ടൽ വേക്കൻസി തിരുവനന്തപുരത്തേക്ക് വന്നത് ഇവിടെ കാണാം. 197 വേക്കൻസിയാണ് മൊത്തം. 197 ഇവിടെ കാണാം. 197 വേക്കൻസിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം കൂടിയിട്ട് തിരുവനന്തപുരത്ത് മാത്രം വന്ന ഒഴിവുകൾ. എല്ലാ RRBയിലും കൂടിയിട്ട് മൊത്തം 6238 വേക്കൻസിയിൽ നിന്ന് കേരളത്തിൽ മാത്രം 197 വേക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി റെയിൽവേ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ യോഗ്യതയുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് അപേക്ഷ അയച്ചോളൂ. നല്ലൊരു ചാൻസ് തന്നെയാണ്. റെയിൽവേയിലൊരു സ്ഥിര ജോലിയാണ്. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുത്തോളൂ. അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെട്ടോട്ടെ. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.